അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഔലിയ മുഹമ്മദ് ഷരീഫ് മണ്ണാർക്കാട്. എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നും ജിബ്രീൽ അഥവാ മാലാഖ, വഹി അഥവാ ദിവ്യസന്ദേശം, പ്രപഞ്ചനാഥനായ ജഗദീശ്വരൻ അല്ലെങ്കിൽ അള്ളാഹു അല്ലെങ്കിൽ യഹോവ, അവൻ്റെ പ്രത്യേക ശാസ്ത്രീയ സാങ്കേതിക വിദ്യയിലൂടെ അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരെ തിരഞ്ഞെടുത്താൽ അവർക്ക് നൽകുന്ന പ്രത്യേകമായ പരിഗണനയുടെ ഫലമായി അള്ളാഹുവിൻ്റെ നൂർ അഥവാ ഇലക്ട്രിക് ഷോക്കോട് കൂടെയുള്ള വെളിച്ചം, ആ ഊർജങ്ങളുടെ ഒരു വലിയ ശൃംഖല തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് അവൻ ഇറക്കപ്പെടും. അത്തരം സന്ദർഭങ്ങളിൽ വലിയ പ്രതിസന്ധി നമുക്കുണ്ടാകും. ആ ഷോക്ക് കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതിനെയാണ് ജിബ്രീൽ അല്ലെങ്കിൽ മാലാഖ എന്ന് പറയുന്നത്. പക്ഷേ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഇത്തരം ശാസ്ത്രീയ സാങ്കേതിക അതിന്യൂനമായ സാങ്കേതിക വിദ്യ വളരാത്തത് കൊണ്ട് പ്രവാചകൻ ആ കാലഘട്ടത്തിൽ ഇതൊരു ജീവിയുടെയോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. മാത്രമല്ല, ഇത്തരം ശാസ്ത്രീയമായ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അന്നത്തെ സമൂഹം അത് ഉൾക്കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് ഖുർആൻ എന്താണ്? ഉദാഹരണമാണ്, കാലികമാണ്, ശാസ്ത്രീയമാണ് എന്നെന്നും നിലനിൽക്കുന്നതാണ്. ഈ 4 രീതിയിലാണ് നിങ്ങൾ ഖുർആനെ പഠിക്കേണ്ടത്. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതിനനുസരിച്ചാണ് ഖുർആൻ വ്യാഖ്യാനം നാം കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം മാലാഖമാരെയാണ്, ഊർജങ്ങളുടെ സോഴ്സിനെയാണ് അള്ളാഹു മലക്കുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ മലായികത്തുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ദിവ്യ സന്ദേശം നമ്മുടെ മനസ്സിലേക്കാണ് എത്തുക. അത് നമ്മുടെ നെഞ്ചിനകത്ത്, ഹാർട്ടിനകത്തേക്കാണ് എത്തിക്കുക. നമുക്ക് നിലവിൽ സന്തോഷമോ സങ്കടമോ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് നീങ്ങും. ആ ഭാഗത്ത് നാം കൈവെക്കും. അത് നമ്മളുടെ കൺട്രോളിൽ വരുന്ന ഒരു കാര്യമല്ല. ഈ ചെസ്റ്റിനകത്തുള്ള ഹൃദയത്തിനകത്താണ് മനസ്സിൻ്റെ ഉറവിടമുള്ളത്. ആ മനസ്സിൻ്റെ ഉടമസ്ഥൻ അള്ളാഹു ആയതുകൊണ്ടാണ് ആ ഭാഗത്തെ നമ്മെ കൊണ്ട് റെസ്പെക്റ്റ് ചെയ്യുന്നത്. ഈ രീതിയിൽ ദിവ്യ സന്ദേശം അവിടെ എത്തുകയും മനസ്സുമായി സംവാദിക്കുന്ന അല്ലെങ്കിൽ സംവദിക്കുന്ന ഒരു പ്രത്യേകമായ സംവിധാനത്തെയാണ് വഹി എന്ന് പറയുന്നത്. അതാ ദൈവികമായ ദിവ്യ സന്ദേശം നമ്മുടെ മനസ്സിലേക്കെത്തും. ആ സന്ദേശമാണ് സംസാരം ആയി വരുന്നത്. അത് അള്ളാഹുവും ഈ ദൈവദാസൻ അല്ലെങ്കിൽ വിശുദ്ധൻ അല്ലെങ്കിൽ ഔലിയ അല്ലെങ്കിൽ പ്രവാചകൻ അല്ലെങ്കിൽ റസൂൽ ആരുമാവട്ടെ ഇത്തരം ആളുകളിലേക്കെത്തും. അവർ നമ്മെ ആ കാര്യങ്ങൾ കൃത്യമായി അറിയിക്കും. ഇതാണ് ദൈവികമായിട്ടുള്ള സന്ദേശരീതി. ഇത് പ്രവാചകന്മാർക്ക് വരുമ്പോൾ അതിനെ മുഅ്ജിസത്ത് എന്ന് പറയും. ഔലിയാക്കൾക്ക് വരുമ്പോൾ കറാമത്ത് എന്ന് പറയും. പക്ഷേ ഇത് രണ്ടും പേര് കൊണ്ട് രണ്ടാണെങ്കിലും വരുന്ന ശാസ്ത്രീയ സാങ്കേതിക ക്രിയ ഒന്നാണ്. അത് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ അന്ന് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇത്ര വളരാത്തത് കൊണ്ട് അത് പറഞ്ഞില്ല പ്രവാചകൻ എന്നു മാത്രം. എന്നാൽ ഇന്ന് ഇരിക്കുന്ന ഞാൻ ഇത് പറയൽ നിർബന്ധമാണ്. മാത്രമല്ല, ഞാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാം.
ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവുമായി പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.